പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 8-ലെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഫിഗർ ഇറ്റ് ഔട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ യു ഫൈൻഡ് എ സിമിലർ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ ഫോർ വൈ ആഡിങ് കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ? അപ്പോൾ നമ്മളോട് പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ ഫൈൻഡ് ചെയ്യാമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ ഫൈൻഡ് ചെയ്യാമോ എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് 1 + 2 + 1 1 + 2 + 3 + 2 + 1 gives സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് ആണോ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 ഇങ്ങനെ പോകുന്നതാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് 1 = 1 തന്നെ നമുക്ക് കിട്ടും. അടുത്ത എന്താണ്? 1 + 2. ഇനി എന്ത് ചെയ്യണം? ഇതിനെ താഴേക്കും ആഡ് ചെയ്യണം. അതായത് 1 + 2 വീണ്ടും തിരിച്ച്, അതായത് ഇവിടെ വരെ പോകുന്നു, എന്നിട്ട് ഇത് വീണ്ടും തിരിച്ച് 1ലേക്ക് പോകുന്നു. അപ്പോൾ 1 + 2 + 1 എന്ത് കിട്ടും? 2 + 1 3, 3 + 1 4. ഇനി 1ൽ നിന്ന് 3 വരെ പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും 1ലേക്ക് പോകുന്നു. അപ്പോൾ 1 + 2 + 3. ഇനി തിരിച്ചു പോകുമ്പോൾ +2 + 1 എന്ത് കിട്ടും? 2 + 1 3, 3 + 3 6, 6 + 2 8, 8 + 1 9 എന്ന് കിട്ടി. ഇനി വീണ്ടും ഇവിടെ നിന്ന് 4ലേക്ക് പോകുന്നു. അപ്പോൾ 1 + 2 + 3 + 4. ഇനി തിരിച്ച് ഡൗണിലേക്ക് പോകുന്നു. അപ്പോൾ എന്താവും? 3 + 2 + 1 = 2 + 1 3, 3 + 3 6, 6 + 4 10, 13 15 16 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ നീണ്ടു പോകും അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, 1 = 1 എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നമുക്ക് 1 × 1 1² എന്ന് നമുക്കിതിനെ എഴുതാം. ഇത് 1² എന്ന് എഴുതാം. അടുത്ത് നോക്കിയേ 4 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? 2 × 2 ദാറ്റ് ഈസ് 2². ഇത് സ്ക്വയർ നമ്പറാണ്. അടുത്തത് 9 എങ്ങനെ എഴുതാം? 3 × 3, 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതും സ്ക്വയർ നമ്പറാണ്. 16 എന്ന് വെച്ചാൽ 4 × 4, അപ്പോൾ നമുക്ക് 4² എന്ന് എഴുതാം, ഇതും സ്ക്വയർ നമ്പറാണ്. അടുത്ത 5 വരെയുള്ളത് എഴുതിയാലും അങ്ങനെ നമുക്ക് 36 എന്ന് കിട്ടും, അതും 25 എന്ന് കിട്ടും, അതും എന്താണ്? സ്ക്വയർ നമ്പർ ആയിരിക്കും. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? സ്ക്വയർ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഇതിനെ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് 1ൻ്റെ 1 ആണ്. അപ്പോൾ നമ്മളതിന് ഒരു ഡോട്ട് മാത്രം കൊടുക്കുന്നു. അടുത്ത എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ 4 നമുക്ക് എങ്ങനെ എഴുതാം? 1, അടുത്തത് 2. അപ്പോൾ 1 2, വീണ്ടും ഡൗണിലേക്ക് 1. ഇതേപോലത്തെ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ 4ൻ്റെത് നമ്മൾ എഴുതി. ഇനി അടുത്തത് 9ൻ്റെത് എഴുതണം. 9ൻ്റെ എങ്ങനെയാണ് വരുന്നത്? 1, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 3, ഇനി ഡൗണിലേക്കാണ് അല്ലേ. അപ്പോൾ 2 1 2, അടുത്തത് 1. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് നമ്മളിത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. 1 2 3 2 1. അപ്പോൾ ഇത് നമുക്ക് സ്ക്വയർ തന്നെ കിട്ടി. ഇനി അടുത്തത് 16ൻ്റെത് ചെയ്യുന്നു. 16ൻ്റെത് ആദ്യം 1, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 3 1 2 3, അത് കഴിഞ്ഞിട്ട് 4 1 2 3 4. ഇനി ഡൗണിലേക്കാണ് അല്ലേ. അപ്പോൾ 1 2 3,
അടുത്തത് 2. അപ്പോൾ 1 2 അത് കഴിഞ്ഞ് 1. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക. നമ്മൾ ലൈൻ ഇട്ട് ചെയ്യാത്തത് കൊണ്ട് ചെറിയ ഒരു ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ 1 2 3 4 3 2 1. അപ്പോൾ ഇത് 1 ഇൻറ്റു 1 1 സ്ക്വയർ. ഇതെന്താണ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. ഇത് 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9. ഇത് 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് 16. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ കിട്ടി. കൗണ്ടിങ് നമ്പേഴ്സിനെ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സ്ക്വയർ നമ്പേഴ്സ് ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് നമുക്ക് അതും കൂടെ എഴുതാം. The sequence is 1 4 9 16 etc. which are square number of form 1 square, 2 square, 3 square, 4 square etc. മനസ്സിലായല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്പേഴ്സ് കാണുമ്പോൾ സ്ക്വയർ നമ്പേഴ്സ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാണെങ്കിൽ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 4 2 ഇൻറ്റു 2 4 3 ഇൻറ്റു 3 9 4 ഇൻറ്റു 4 16 5 ഇൻറ്റു 5 25 6 ഇൻറ്റു 6 36. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.